സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരത്തിൽ പാലക്കാട് വട്ടേനാട് GVHS സ്കൂളിലെ ചുണക്കുട്ടികൾ അരങ്ങിൽ അഭിനയം കൊണ്ട് വിസ്മയം വിതച്ച് വാരിക്കൂട്ടിയത് കാണികളുടെ നിറഞ്ഞ കയ്യടി. പ്രേക്ഷകരെ, പ്ലീസ് നോട്ട് കയം ഓൺ ദി സ്റ്റേജ്. അയ്യങ്കാളിപ്പടയെ കഥാതന്തുവാക്കിക്കൊണ്ട് നീതിക്കായുള്ള വിപ്ലവത്തിന് മരണമില്ലെന്ന പ്രഖ്യാപനമാണ് നാടകത്തിലൂടെ സംഘം സമൂഹത്തോട് പറഞ്ഞത്. ശരത്, മജീദ് എന്നിവരാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് നാടകം ചെയ്തത്. കയം എന്ന് പറഞ്ഞിട്ടുള്ള നാടകമാണ് ചെയ്യുന്നത്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനും കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് വിഷയങ്ങളെ സംസാരിക്കാൻ ഹയർ സെക്കൻഡറി നാടകമാണ് നല്ലതെന്ന് നമുക്ക് തോന്നിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തവണ വട്ടനാട് സ്കൂളിലേക്ക് സെലക്ഷന് പോകുന്നത്. അപ്പൊ നമ്മൾ ഒരു പ്ലോട്ട് അയ്യങ്കാളിനെ വെച്ച് ഒരു നാടകം ചെയ്യാമെന്നുള്ളൊരു ആലോചന ഉണ്ടായിരുന്നു നമുക്ക്. അപ്പൊ നമ്മൾ ഈ ക്യാമ്പസിൽ പോയിട്ട് സ്കൂളിൽ പോയിട്ട് അയ്യങ്കാളിനെ പറ്റി അറിയുമെന്ന് ചോദിക്കുമ്പോൾ അവർ മറുപടി അവർക്കുള്ള അറിവ് വളരെ കുറവായിരുന്നു. അപ്പൊ നമ്മൾ കുട്ടികളോട് അയ്യങ്കാളിനെ പറ്റിയിട്ട് കുറച്ച് അന്വേഷിച്ച് വരാനും അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ, ഒരു ജീവിത രേഖ എന്താണെന്ന് മനസ്സിലാക്കാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം അവര് ആദ്യത്തെ ഒരാഴ്ചത്തെ റിഹേഴ്സൽ മൊത്തം എന്താണ് അയ്യങ്കാളി, ആരാണ് അയ്യങ്കാളി, ഇത്തരത്തിലുള്ള ചർച്ചകളായിരുന്നു. അവസാനം നമ്മൾ ഇന്ന് നാടകം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഇതിലെല്ലാവരും തന്നെ എന്തായിരുന്നു അയ്യങ്കാളി എന്നത് ഉറച്ചു പറയാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. നീ വീട്ടിലങ്ങനെയാ കഴിക്കാറ്, അത് കിട്ടണ പോലെ എന്ത് കിട്ടാനും കഴിക്കും. ഓ, എന്ത് കിട്ടാനും കഴിക്കും. ആ, എന്നാ നീ ഇതൊക്കെ കണ്ടു. 1996 കാലഘട്ടത്തിലാണ് നാടകം നടക്കുന്നത്. അട്ടപ്പാടിയോട് ചേർന്ന് കിടക്കുന്ന കുടിയേറ്റക്കാരാൽ നിറഞ്ഞ കട്ടക്കയം എന്ന പ്രദേശം. അവിടെയാണ് കഥ സംഭവിക്കുന്നത്. ഈ കഥ എടുത്ത് നമ്മൾ നാടകമാക്കുമ്പോൾ അതൊരു പ്രണയത്തിനെ പറ്റി മാത്രം സംസാരിക്കുന്ന ഒരു നാടകമായിരുന്നു. പിന്നീടാണ് നമ്മൾ പാലക്കാട് ജില്ലയിലുള്ള ആളുകളായതുകൊണ്ട് തന്നെ അട്ടപ്പാടി എന്ന പ്രദേശത്തിലേക്ക് ആ കഥയെ മാറ്റുകയും ഒരു 1996 കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ചില്ലെങ്കിലും നമ്മൾക്ക് മുന്നിലുള്ളവർ അനുഭവിച്ചിട്ടുള്ള ആ വലിയ പ്രശ്നത്തിനെ അഡ്രസ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഈ നാടകം നമ്മൾ ആരും ചെയ്യുന്ന സമയത്ത് ഈ ജീപ്പ്, ഈ അയ്യങ്കാളിപ്പട ഒരു ജീപ്പിലെത്തുന്നു, പിന്നീട് ആ ജീപ്പ് ഒളിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുമ്പോൾ എല്ലാ സീനിലേക്കും എങ്ങനെ ഈ ജീപ്പ് വെച്ചിട്ട് തന്നെ ഈ സിനോഗ്രഫി വർക്ക് ചെയ്യാം എന്നുള്ളൊരു ആലോചന നടത്തി. അതുകൊണ്ടാണ് ആ ജീപ്പിനെ അങ്ങനെ പ്ലേസ് ചെയ്യപ്പെട്ടുള്ളത്. ആ ജീപ്പ് ഇതിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ ആ ജീപ്പ് തന്നെയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് നാടകം ചെയ്യുന്നത്. ആദ്യമായിട്ടുള്ള സ്റ്റേറ്റാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് വന്നിട്ട് പോലും ഇത്രയൊരു മെയിൻ ക്യാരക്ടർ എന്നെ ഏൽപ്പിച്ച ആ ഏട്ടന്മാരുടെ വിശ്വാസം അതുതന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. ഞങ്ങൾ ഫസ്റ്റ് പ്രാക്ടീസ് തുടങ്ങുമ്പോൾ ഞങ്ങൾ തമ്മിൽ ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് ഞങ്ങൾ തന്നെ ചെയ്ത് മേക്ക് ചെയ്തിട്ടാണ് ആ ഒരു കെമിസ്ട്രിയിൽ എത്തിയത്. സബ് ജില്ല കഴിഞ്ഞപ്പോൾ അതിനും കുറച്ചുകൂടി നല്ലം കൂടി രസമായിട്ട് ജില്ല ചെയ്യാൻ പറ്റി. ജില്ലേനെക്കാട്ടിയും കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് തന്നെ ഞങ്ങൾക്ക് സ്റ്റേറ്റ് കളിച്ചെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. നിനക്കറിയോ, ഈ പ്രണയിക്കുന്നവരൊക്കെ എപ്പോഴും ഒരുമിച്ചുണ്ടാവും. മരിച്ചു കഴിഞ്ഞാൽ അവരിവിടെയൊക്കെ തന്നെയുണ്ട്. ഈ കാര്യത്തിൽ നമ്മളെ പഠിപ്പിച്ച ഏട്ടന്മാരനെ അവരെന്നെ ഒക്കെ പറഞ്ഞു തന്നിരുന്നു. അവർ പറഞ്ഞു തരും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മളങ്ങനെ ചെയ്യും. പിന്നെ കുറച്ച് എൻ്റെ കയ്യിൽ നിന്നിട്ട് ചെയ്യും. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 9 ആൾക്കാർ മുന്നിൽ നിന്നിട്ട് പറഞ്ഞു തരും, എടാ അതൊന്ന് അങ്ങനെ ചെയ്താൽ ഒന്നുകൂടി നല്ല അടിപൊളിയായിരിക്കും, അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും. കയത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ പീറ്ററും വീണയും മാത്രമല്ല, ജീപ്പും ജോയിയും മുതലാളിയും തങ്കയും പോലീസുകാരും അയ്യങ്കാളിപ്പടയും എല്ലാം ഒന്നിനൊന്നു മികച്ചത്.
സത്യം പറഞ്ഞാൽ ഞാൻ ഈ ക്യാരക്ടർ പ്രതീക്ഷിച്ചിട്ടില്ല. എന്നെ അവിടെ മെയിൻ ക്യാരക്ടർ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ മെയിൻ ക്യാരക്ടർ വിചാരിക്കുമ്പോൾ ഇപ്പൊ പീറ്ററും വീണയാണ്. പിന്നെയാണ് പറയുന്നത് മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വില്ലനാണ്, ജോയിയാണ് ചെയ്യേണ്ടത്. മുതലാളി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തു, പിന്നെ പോലീസ് കോൺസ്റ്റബിൾ ആയിട്ട് ചെയ്തു, പിന്നെ അങ്ങനെ 4 ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അടിച്ചമർത്തപ്പെട്ട 2 തരത്തിലുള്ള ആൾക്കാർ. ഈ ആൾക്കാർ സമൂഹത്തിന്റെ ഈ ചട്ടങ്ങളെ തിരിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു തീമാണ് നാടകത്തിന്റെ. അതാണ് നാടകത്തിന്റെ ഒരു ബേസ്. ഫസ്റ്റ് ചെയ്ത് നോക്കി, പിന്നെ കുറെയൊക്കെ ചേട്ടന്മാര് പറഞ്ഞു തന്നു. പിന്നെ ഞാനിങ്ങനെ ഒറ്റയ്ക്കെല്ലാം വർക്ക് ചെയ്യായിരുന്നു, കണ്ണാടി നോക്കിയിട്ടും. ഈ 5 മാസം ഞങ്ങൾ അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ഈ നാടകം ചെയ്തത്. പിന്നെ പ്രത്യേകം ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ അമ്മമാരാണ്. ഓരോരുത്തരുടെ അമ്മമാര് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ തിരക്കുകൾ മാറ്റി വെച്ചിട്ട് ഞങ്ങളുടെ കൂടെ എല്ലായിടത്തും വന്നത്. ഏട്ടന്മാരായാലും പേരൻസ് ആയാലും ടീച്ചർമാരായാലും നെയ്റ്റ് നിന്നിട്ടും നമുക്ക് വേണ്ട ഫുഡ് കാര്യങ്ങളെല്ലാം തന്ന് നല്ല സപ്പോർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ എല്ലാവരും പാഷനാണ്. ഞങ്ങൾ അത്ര ഇഷ്ടപ്പെട്ടിട്ട് അതിൽ ഞങ്ങൾ ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പം എന്താ വെച്ചാൽ അതിൻ്റെതായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഹാർഡ് വർക്ക് ഞങ്ങൾ ടീം ഫുള്ള് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞങ്ങളുടെ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങളുടെ എല്ലാ ടീമിൻ്റെയും സ്ട്രെങ്ത്, പവർ എന്നൊക്കെ പറഞ്ഞാൽ. അതായത് ഓരോ ക്യാരക്ടറും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത് അവരുടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ്. അവരാ കയത്തിൽ എന്റെ പോയിണ്ടാവും. ശരിയാ, പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് അവരെ കണ്ടിട്ടില്ല. എന്റെ സാറേ, ഈ ചളി കൂട്ടുപോയാലേ പിന്നെ കിട്ടാൻ പോടില്ല. നമ്മൾ ഈ നാടകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ കയം എന്നുള്ള പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ കയം എന്ന രീതിയിൽ ഒരു സ്പേസ് ഉണ്ട്. നമ്മളെ ഒരു തരത്തിലും ആരും വന്ന് ബുദ്ധിമുട്ടിക്കാത്ത, നമുക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ആവിഷ്കരിക്കാൻ പറ്റുന്ന ഒരു കയം നമ്മുടെ ചുറ്റുമുണ്ട്. ആ കയം നമ്മൾ കണ്ടെത്തുക, ആ കയത്തിലേക്ക് ഇറങ്ങുക, ആ കയത്തിൽ മുങ്ങിക്കിടക്കുന്ന ആളുകളെ അതിൽ നിന്ന് കൈ പിടിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കുക, ഒരുമിച്ച് യാത്ര ചെയ്യുക. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, ആശയങ്ങൾ, വഴിമാറി സഞ്ചരിക്കുന്ന ചില വിപ്ലവ ചിന്തകൾ. അവ ചെന്ന് അവസാനിക്കുന്നത് വലിയ കയങ്ങൾക്ക് മുന്നിലാകാം. പക്ഷേ അവ എന്നേക്കുമായി ആണ്ടുപോവുകയില്ല. പ്രതീക്ഷകളും ചിന്തകളും ഊടുവഴികളിലൂടെ കാടുകയറിക്കൊണ്ടേയിരിക്കും.